കുറച്ചധികം ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്. സോ ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു പെയിന്റ് അടിക്കൽ ചടങ്ങുണ്ട്. സോ അതുകൊണ്ട് ഫുള്ള് വീട് അലങ്കോലായിട്ടാണ് കിടക്കണേ. ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? നമുക്ക് രാത്രി ഉറങ്ങണ്ടേ? അതുകൊണ്ട് ആ ഒരു ശക്തിയൊക്കെ ആർജിച്ചിട്ടാണ് ഞാൻ എല്ലാം അവിടെയും ഇവിടെയും ഒക്കെ വെക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നു. ആ ഹാളിൻ്റെ ഒരു സൈഡൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ കിളി പോണ ലെവലാണ്. ഇടയിൽ കൂടെ അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പെയിന്റ് പണി ഏകദേശം ചുമരുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഉണ്ട്. ഇനി വാതിലും ജനലും ഒക്കെ അടിക്കാണ്ട്. പക്ഷെ അവർ ഞായറാഴ്ച വരില്ല. അപ്പോൾ നമുക്ക് എന്താ അതുവരെ ജീവിക്കണ്ടേ, അവിടെ കടന്നുറങ്ങണ്ടേ. സോ ഞാൻ എന്ത് ചെയ്തു, വേഗം മോപ്പും വെള്ളമൊക്കെ എടുത്തിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നുള്ളൂ. ഭയങ്കര ഡീപ് ക്ലീനിങ് അല്ല, ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ഒരു വട്ടം ഞാൻ തുടയ്ക്കുന്നതേ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ ഇടയ്ക്ക് 2-3 വട്ടം തുടച്ചാലാണ് അതിലത്തെ പൊടി മുക്കി പിഴിഞ്ഞ് തുടക്കണം. അങ്ങനെ ഒരു സൈഡ് കഴിയുന്നു. പിന്നെ അടുത്ത റൂമിലേക്ക് പോകുന്നു. 2 റൂമും ഭയങ്കര വലിപ്പമുള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നം. അവിടെയും ഇവിടെയൊക്കെ പൊടിയായിട്ട് കിടക്കുക. അടുക്കളൊക്കെ കണ്ടപ്പം ജമ്മു ഞാൻ ഒരു സെക്കൻഡ് സ്തംഭിച്ച് നിന്നുപോയി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ഭയങ്കരമായിട്ട് ഈ സീലിംഗ് അടിച്ചപ്പോൾ ഇങ്ങനെ അവിടെയും ഇവിടെയും പെയിന്റ് വീണിട്ട് ഞാൻ ആകെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മയാണ് നിങ്ങൾ കാണുന്നത്. അമ്മ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ തുടയ്ക്കാനും ഇതൊക്കെ നോക്കുക. പക്ഷെ നമ്മളിങ്ങനെ ഉറച്ചാലും ആ പെയിൻറ്റിൻ്റെ പൊടിയൊന്നും പോകുന്നില്ല. ഞാൻ മാക്സിമം ഇന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി ഇടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും അങ്ങനെ ഉരച്ചു നോക്കുക. എന്നാലും പകുതിയേ പോകണുള്ളൂ. അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറേ ചാക്കും അതും ഇതൊക്കെ കാണാം. ഞങ്ങൾ ഈ പാത്രങ്ങളൊക്കെ കുറേ ചാക്കിലാക്കി വെച്ചിരിക്കുക. ഇതൊക്കെ എന്ന് ഓർഗനൈസ് ചെയ്യും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇനിയും ഇതേപോലെ ഒരു പെയിൻറ്റിങ് ഇതേ പൊടികളും എല്ലാം വരും. ഈ ഒരു സൈഡ് കാണുമ്പോൾ നമുക്ക് വാവ്, നമ്മൾ എന്ത് ചെയ്യുന്നു തോന്നും. അങ്ങനെയായിരുന്നു അവിടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ കുറേ പാത്രങ്ങൾ അമ്മ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടേയിരിക്കും. ഞാനാണെങ്കിൽ അവിടെ അടി ഉണ്ടാക്കി ഈ പാത്രം വേണ്ട ആ പാത്രം വേണ്ട അതൊക്കെ ഒഴുക്കി പറയാം. അറ്റ് ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 7-8 മണിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറേ പൊടികളും ഇതൊക്കെ ഉണ്ട്. എന്നാലും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് അടുക്കളയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ശ്വാസം വീണ പോലെ. അപ്പം ഇതിൻ്റെ ഇനിയും പാർട്ട് 2 ഉണ്ടാവും.